ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ ചന്തക്കുന്നുണ്ട്. നമ്മള് വിരുന്ന് വന്നാണ്. സ്കൂൾ പൂട്ടിയിട്ട് കുറെ ദിവസമായി വന്നിട്ടില്ലേന്നു. ഇന്നലെ വന്നിട്ടുണ്ട്. കുറച്ച് ഇവിടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഏട്ടത്തിന്റെ കുട്ടികളുണ്ടോ. അപ്പൊ ഇന്നത്തെ ഒരു പരിപാടി എന്ന് വെച്ചാൽ ഇതുവരെയും ചെയ്യാത്തൊരു പരിപാടിയാണ്. കാരണം പാച്ചുവിന്റെ ഒരു പല്ല് പറിക്കാനുണ്ട്. ഓന്റെ താഴെ ഒരു പല്ല് ഇളകി കിടക്കണ്ടായിരുന്നു. ഇപ്പൊ 2-3 ദിവസമായിട്ട് അവിടെ ഓർമ്മച്ചത്. അപ്പൊ 2-3 ദിവസമായിട്ട് ഞാൻ അത്ര അത് കാര്യമായിട്ട് എടുത്തിട്ടില്ലായിരുന്നു. പല്ല് ഇളകാനൊക്കെ ആയോ വിചാരിച്ച് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പൊ പറിക്കാൻ ഞാൻ നോക്കിയിട്ടില്ല എന്ന് വേണം പറയാൻ. അപ്പൊ എന്തായി, അതിന്റെ ഉള്ളിൽ കൂടെ ഒരു പല്ല് വരാൻ തുടങ്ങി. അപ്പൊ എനിക്കൊരു ടെൻഷൻ, ഇപ്പൊ ഇത് പറിച്ചാലുണ്ടില്ലെങ്കിൽ ഉള്ളിലത്തെ പല്ലാകെ എങ്ങനെയെങ്കിലും ഒക്കെ വരും. അപ്പൊ ഞങ്ങൾ എന്തായാലും പോയി പറിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാനും പാച്ചും പിന്നെ ഏട്ടത്തിന്റെ കുട്ടി വന്നിങ്ങനെ, ഓളും ഞങ്ങളൊന്ന് പോയി പറിക്കട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയുണ്ട്. കാരണം എനിക്ക് ഈ പല്ല് പറിക്കാൻ പോകണം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. അതും പാച്ചിനും കൂടെ ആയതുകൊണ്ട് അതിലേറെ പേടിയുണ്ട്. ഓന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. കാരണം ഇവന്റെ ഒരു പല്ല് പറിച്ചിരുന്നു. നിന്റെ ഏതാടാ പറിച്ചത്? ഇതിന്റെ മുമ്പത്തെ പല്ല്. ഇവന്റെ ഒരു പല്ല് പറിച്ചു. അപ്പൊ ഇവൻ അവനോട് പറഞ്ഞിട്ടുണ്ട് ഒരു കുഴപ്പമില്ല, സിമ്പിളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവന് വലിയ പ്രശ്നമില്ല. പക്ഷെ ഇനി അവിടെ ചെല്ലുമ്പോ എന്താണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. പിന്നെ കുറച്ച് ദിവസം ഇവിടുത്തെ വ്ളോഗാവും. അതിൻ്റെ ഇടയിൽ അങ്ങോട്ടൊന്ന് പോകാനും ഉണ്ട്. വേറെ ചില പരിപാടി ഉണ്ട്. ഇന്ന് നമ്മളെ നാട്ടില് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുകയാണല്ലോ. അപ്പൊ ഇന്ന് ലേഡീസിന്റെ കളി. അപ്പൊ ഞങ്ങൾക്ക് കാണണം എന്നൊരാഗ്രഹം. അപ്പൊ ഞാനും ഏട്ടത്തിന്റെ കുട്ടിയും ഇവനൊക്കെ ഒന്ന് പോകും ചിലപ്പോൾ രാത്രി. അപ്പൊ അതൊക്കെ ചിലപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാം. ഇപ്പൊ നമുക്ക് വീഡിയോ കണ്ടാലോ? ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പാച്ചോ, നമ്മളങ്ങോട്ടാ വന്നിക്കണേ. എക്സൈറ്റഡ് ആണോ? ആണ് ഇങ്ങനാട്ട്. എന്താ സംഭവം ഞങ്ങൾക്കൊക്കെ സത്യത്തിൽ മനസ്സിലായിട്ടില്ല. അവിടെ പോകുമ്പോഴാണ്. ഈ ചിരി ഉണ്ടാവുമോ കുറച്ച് കഴിഞ്ഞാ? ഭയങ്കര ധൈര്യം. അറിഞ്ഞു പോരുമ്പോൾ ആ ധൈര്യം ഉണ്ടായാ മതി. പാച്ചു പറിച്ചു വിടുന്നു. മനോഹരമായ പല്ല് പല്ലഞ്ചട്ട ഇതാണ്ട്. ഇത് ഈ പല്ലാണ് ഇപ്പൊ എടുക്കുന്നത്. ഇങ്ങനെ ആണ്ട് ഈ പല്ലുണ്ട് ഇളകണ്. ഉള്ളത്തെ പല്ലാണ് ചുണ്ട. ഞാൻ ഉള്ള കയറണോ? പാച്ചു ഞാനത് പേടിച്ചിട്ട് അത് തൊട്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ ഉള്ളിൽ നോക്കി പല്ലല്ല വരുന്നത്. ഇനിയിപ്പോ വർക്ക് ചെയ്യുന്നില്ലോ. 6 വയസ്സ് കഴിഞ്ഞ ഫെബ്രുവരി. കുഴപ്പമൊന്നുമില്ലല്ലേ പഠിക്കുന്നതിന്? സാധാരണ 6 വയസ്സാകുമ്പോഴത്തേന് വരുന്ന പല്ലാണ്. അതെ. ഇപ്പോഴത്തെ പല്ല് ചെറുതായിട്ടാണ് കളിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേണ്ട ചിരി.
എന്ത് ടേസ്റ്റ് ആണ് എന്ത് ടേസ്റ്റ് ആണ് നിന്റെ ടേസ്റ്റ് ഉണ്ട് നിന്റെ ടേസ്റ്റ് ഉണ്ട് ബ്രേക്ക് പോയാണ് കേട്ടോ മറ്റേതൊക്കെ പറയാം ഓണ്ടിലാറെ പേര് അറിയിക്കാണല്ലോ ഫസ്റ്റ് ടൈമാണ് ഇപ്പൊ പറിച്ചോണ്ട് പ്രത്യേകിച്ചൊന്നും കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ല കാരണം താഴ്ന്ന് കണ്ടു വരുന്നുണ്ട് എന്താ നമ്മൾ പറിച്ചു കൊടുക്കണം അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ കണ്ണടച്ചിരുന്നോ എനിക്ക് തീരെ പേടിപ്പിക്കാം കുഞ്ഞി വരുമ്പോൾ നോക്കുകയാണ് ഐസ്ക്രീം ആണ് എനിക്ക് ഐസ്ക്രീം വാങ്ങി തരാം കേട്ടോ അമ്മച്ചി കരയല്ലേ 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 ഐസ്ക്രീം വാങ്ങട്ടോ കിൻഡർ ജോയി ഇല്ല 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 പോയി പോയി കടിച്ചു പിടിക്കുന്നു ഇനി വിടല്ലേ കേട്ടോ കടിച്ചു പിടിക്കട്ടോ രണ്ട് സ്ട്രോബെറി നമുക്ക് ഐസ്ക്രീം അയ്യോ ഇല്ലേ ഞാൻ രണ്ട് ഐസ്ക്രീം നല്ലതാ കടിച്ചു പിടിക്കണ കേട്ടോ കടിച്ചു പിടിക്കണ ഇവിടെ എടുക്കരുത് പല്ലോക്ക് പല്ല് ഇവിടെ ടൂത്ത് കൊടുക്കാൻ വേണോ പല്ലു എടുത്തു ടൂത്ത് കൊടുക്കാൻ വേണോ പല്ലിന് നമ്മൾ കൊണ്ടുപോകണോ കടിച്ച് ഇനി എത്ര മണി ഏത് ഒരു അരമണിക്കൂർ കടിച്ചു വെച്ചാൽ വേദന പറയുകയാണെങ്കിൽ മാത്രം പാരസിറ്റമോൾ എന്തെങ്കിലും കൊടുത്താൽ വേദന വരത്തില്ല കാരണം പല്ല് വന്നുകൊണ്ട് അങ്ങനെ പേടിക്കുന്നില്ല പിന്നെ ആദ്യമായിട്ടായതുകൊണ്ട് ആ ഒരു ഇതിൽ കരഞ്ഞാൽ നല്ലപോലെ ആടിയിരിക്കും നമ്മൾ ജസ്റ്റ് പിടിച്ചപ്പോൾ ഒരു വിജയം കൊണ്ട് എടുത്തു വരും ഇനിയിപ്പോ എന്താ കൊടുക്കണ്ടെങ്കിലും ഐസ്ക്രീം കൊടുത്തോ സാസ് എന്തെങ്കിലും കൊടുത്താൽ മതി ആ ബ്ലീഡിങ് ഒന്നിരിക്കാനേ പിന്നെ എൻ്റെ ഒന്നും കൊടുക്കും പിന്നെ ഇന്നൊരു ദിവസം ഒത്തിരി എരിവുള്ള കൊടുക്കണം ബാക്കി നോർമൽ ഫുഡ് എന്തും കഴിക്കാം അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഐസ്ക്രീം കൊടുക്കാം അല്ലേ അപ്പോൾ ആ ബ്ലീഡിങ് ഒന്നും പ്രശ്നമില്ല ശരി നമ്മള് കരഞ്ഞിട്ടൊന്നുമില്ലല്ലോ കുഴപ്പമില്ലല്ലോ വീഡിയോ എടുക്കണോണ്ടാ തോന്നുന്നത് അടങ്ങിക്കണേ വേദനയില്ലല്ലോ അങ്ങോട്ട് പോയപ്പോ പാച്ചുവോ എന്താ കടിച്ചു പിടിച്ച് ചോര നിൽക്കൂല അതാണ് പാച്ചുവോ അങ്ങോട്ട് പോയപ്പോ ഇങ്ങനെ കാട്ടിരുന്നു കാട്ടിക്ക ഇങ്ങനെ കാട്ടി കൊടുക്കും അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടുത്തെ ഒരു അരമണിക്കൂർ ഇരിക്കുകയാണ് ഇനി പോകുമ്പോൾ ഒരു ഐസ്ക്രീം എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ അടങ്ങിയിരിക്കണം റെസ്റ്റ് എടുക്കണേ ഇന്ന് കളിക്കാനൊന്നും പറ്റൂലേ അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാണ് ഗൈസ് ഓൾമോസ്റ്റ് പല്ല് നമ്മൾ ആ ഒരു കോട്ടം മാറ്റി വേറെ കോട്ടം വെച്ചാണ് ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ പോകും അല്ലേ നമ്മൾ
ഷാനുവിന്റെ ബർത്ത്ഡേ ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മള് പല്ല് പറിച്ച ഭാഗമായിട്ട് ബർത്ത്ഡേ കൂടെ ആഘോഷിക്കണം. ഇതന്നെ ബർത്ത്ഡേ. ഹാപ്പിയാണോ? ഹാപ്പിയാണോ? ഞാൻ പല്ല് പറിച്ചിട്ടുണ്ടോ? ഷാനുവോ ഇവിടെ നിക്കണം, നിന്ന് കട്ട് ചെയ്യണം. നാളെ വീഡിയോ ഫോട്ടോ കിട്ടുക. കേക്ക് മുറിച്ചാ വന്ന സ്പാനിഷില് എബ്രു പ്ലേറ്റ് എടുത്ത് കളിയാക്കാനെ കാണില്ല. കുട്ടിയെ ചീത്താൻ പാടില്ല. കണ്ണു കൊടുത്താ മെല്ലല്ലോ പോയി ഇപ്പൊ നീനും വരുന്നുണ്ട്. പോയി കൊടുത്തില്ല നീനോ ഓനെ തുപ്പ ക്രീമ് തേര് മുറിച്ചട്ടെ മാമ മുറിച്ചു.